أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തജ്വീദിൻ്റെ 19ാമത്തെ ഭാഗമാണ്. ഇതിൽ സൂറത്തുൽ ഫീൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിസ്മി ഓതുമ്പോൾ നമ്മൾ റോ ഇസ്തിഗ്ലാലിൻ്റെ രീതിയിൽ ഓതാൻ ശ്രമിക്കുക. റോ എന്ന് തന്നെ, റാ എന്ന് പറയരുത്. അതിനുശേഷമുള്ള ആയത്തിലും അലം തറ കൈഫ ഫഅല റബ്ബുക 2 റോ വരുന്നുണ്ട്. നമ്മൾ റാ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം റോ എന്ന് ഉച്ചരിക്കുക. ബി അസ്ഹാബിൽ ഫീൽ, സ്വാദിന് സുക്കൂനാണ്. അത് നമ്മൾ തെറിപ്പിച്ചോദണം. വളരെ പെട്ടെന്നാണ് അത് ഓതേണ്ടത്. തറപ്പിച്ച് അസ്ഹ എന്ന് ഓതരുത്. ഇനിയുള്ളത് ഫീൽ എന്നുള്ളതാണ്. എല്ലാ ആയത്തിൻ്റെയും അവസാനം മദ്ദുൽ ആരുദ് ആണ് വരുന്നത്. ഉറൂഫി മദ്ദയ്ക്ക് ശേഷം സുക്കൂൻ വരുമ്പോൾ നമ്മളവിടെ നീട്ടി നമ്മൾ വായിക്കണം. 3 മുതൽ 5 ഹർക്കത്ത് നമ്മൾ ആ നീട്ടിയിട്ട് തന്നെ ഓതണം. ചിലർ വേഗം ഓതും. അങ്ങനെയല്ല, എല്ലാ ആയത്തിൻ്റെ അവസാനത്തിൽ ഈ രീതിയിൽ നമ്മൾ നീട്ടി അസ്ഹാബിൽ ഫീൽ എന്ന് ഓതണം. അലം യജ്അൽ അവിടെ ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ജീമ് ഉറൂഫെ കൽക്കലയാണ്, തറപ്പിച്ച് പറയണം. യജ്അൽ, ലാമിനെ നമ്മൾ പെട്ടെന്ന് പറയണം. യജ്അൽ എന്ന് പറയരുത്. യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവിടെയും 2 സുക്കൂനുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുക, തെറിപ്പിച്ചോദണം. വ അർസല അലൈഹിം ത്വയ്റൻ, ത്വ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, താ എന്ന് പറയാതെ ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരമാണ് ത്വ, ആ രീതിയിൽ ഉച്ചരിക്കുക. ത്വയ്റൻ എന്നുള്ളത് നമുക്കറിയാം, അതിനുശേഷം ഹൽക്കിൻ്റെ അക്ഷരമായതുകൊണ്ട് അതിനെ നമ്മൾ വ്യക്തമാക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. ത്വയ്റൻ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. അബാബീൽ എന്നുള്ളതും 3 മുതൽ 5 സെക്കൻഡ് നീട്ടി നമ്മൾ ഓതണം. തർമീഹിം ബി, അവിടെ നമ്മൾ മണിച്ചോദണം. ബിഹിജാറ, റോ ശ്രദ്ധിക്കുക. ബിഹിജാറത്തിൻ, അവിടെ നമുക്കറിയാം ഇദ്ഗാമാണ്, അതിലേക്ക് ലയിപ്പിക്കണം. ആ മീമിനെ ഇരട്ടിച്ച് മണിച്ചോതും വേണം. മിൻ സിജ്ജീൽ എന്നുള്ളിടത്ത് മിൻ സിജ്ജീൽ, നൂനിനെ വ്യക്തമാക്കാതെ, നമ്മൾ ഇഖ്ഫാൻ്റെ നിയമം പഠിച്ചു. മിൻ, അവിടെ മണിച്ച് വേണം നമ്മൾ ഓതാൻ. അതുപോലെ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അവിടെയും ഇദ്ഗാമ് തന്നെയാണ്. ആ മീമിനെ മണിച്ചോതുക, അതിലേക്ക് ലയിപ്പിച്ചോതുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول.